AC ഇടുന്നുണ്ടോടാ? ഇല്ല, ചൂടാ. ഗ്ലാസ് ഫസ്റ്റ് നമ്മൾ റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു. ഫസ്റ്റ് ഇട്ടേ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഇനി ക്ലച്ചാണ് പയ്യെ അയച്ചു. പുറകിന് വണ്ടി വരുന്നുണ്ടോ നോക്കിയോ? ഇനി നമ്മുടെ ഇങ്ങോട്ടേക്ക് ക്ലച്ച് നയിക്കുമ്പോൾ തന്നെ സാധനം പതുക്കെ മൂവ് ചെയ്യാൻ തോന്നുന്നു. സെറ്റായി. ഇനി ഈ 2-3 ദിവസം നിനക്ക് പഠിക്കാൻ നീ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഉണ്ടെന്ന് ഇവർക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എളുപ്പമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നതിന്റെ 10-1 പാടില്ല. അതാദ്യം വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലെന്ന്. സംഭവം നമുക്ക് മറ്റേ ബൈക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോ നമുക്ക് 360 ഡിഗ്രി വ്യൂ അല്ലേ. അതെ, എങ്ങനെ ഇതേ കാലത്താണ് എങ്ങനെയെങ്കിലും ഒക്കെ നമ്മള് ഇതെന്ന് പറയുമ്പോ നമുക്ക് ഈ 50 ഇഞ്ചിന്റെ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. മറ്റേത് തലയിട്ട് വേണേലും നോക്കാം. അപ്പൊ അതായിരുന്നു എനിക്ക് ആദ്യം വന്നൊരു പ്രശ്നം. പക്ഷെ ഇപ്പം കുഴപ്പമില്ല. സെറ്റായി, ഓടിച്ച് സംഭവം സെറ്റായി കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോ ഇത്രേ ഉള്ളൂ കാര്യം. സിമ്പിൾ പരിപാടിയേ ഉള്ളൂ. മനസ്സിലാക്കി കഴിഞ്ഞാൽ ബൈക്കിനെക്കാട്ടും എളുപ്പം തന്നെ. ബൈക്കിനെക്കാളും എളുപ്പമാണ്. ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാലൻസ് ഓടുന്ന സാധനമല്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കൊരു ഇനി നമ്മൾ ആ ഹമ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡിലേക്ക് ബാക്കി. അപ്പം ആ ഒരു ബൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻസ് പോയി കഴിഞ്ഞാൽ തീർന്നു. നമ്മ വണ്ടിക്ക് തന്നെ ഒരു ബാലൻസ് ഉണ്ട്. എന്നാലും ഞാൻ കുഴപ്പമില്ലടാ ഓടിക്കുന്നത്. നീ തന്നെ വിചാരിച്ചല്ലേ എന്നെ കൊണ്ട് ഇപ്പം പറ്റുമോന്ന്? പിന്നെ കാറ് നേരത്തെ കാർ ആരെങ്കിലും ഓടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരെ സ്തുതിക്കുവാൻ. വേറെ ഈ സ്ഥലത്തെ ഓടിക്കാൻ പേടിയാണേ. അത് കഴിഞ്ഞ് ഇപ്പം റൂട്ട് ഞാൻ മറ്റേ നമ്മളെ ടൂറിസ്റ്റിലാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തൂക്കുപാലമൊക്കെ പോണം. ഇപ്പൊ ഈ കട്ടപ്പനയൊക്കെ നമ്മളെ ഫുള്ള് ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ. ഇപ്പൊ കാറും കൊണ്ട് ആരെങ്കിലും പോകുന്ന കാണുമ്പം കൊതിയാ ഡ്രൈവ് ചെയ്തോട്ടെ. ഈ ചൂടോടെ ആയത് കാരണം ബൈക്ക് പോക്കും മടുപ്പാ. ഒരു രക്ഷയില്ല. ഇത് ഈ വഴി ഇപ്പോഴാട്ടോ നന്നാക്കിയത്. ഇല്ലായിരുന്നേ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴിയൊന്നും നമുക്ക് സൈക്കിളും കൊണ്ട് പോലും പോകാൻ പറ്റൂല. നീ ആദ്യ ദിവസം ഓടിച്ചപ്പം ഉള്ള ഇത് എങ്ങനെയായിരുന്നു? അന്ന് നീ എന്നാ വിചാരിച്ചു? അന്ന് ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമില്ലെന്ന് ഓർത്താണ് കേറിയപ്പം. പക്ഷെ ആദ്യമായിട്ടാ ഇത്ര ദൂരം ഓടിക്കുന്നത്. ആദ്യമായിട്ടാ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളന്നാ കയറിയ വഴിയാതാ നെല്ലിപ്പാറയാണോ? 10 മൈലിലോട്ട്. ഞാൻ അത്രയൊന്നും അത് അത്രയും ദൂരം ഞാൻ ആദ്യമായിട്ടാ കാർ ഓടിക്കുന്നത്. ആദ്യത്തെ ഡ്രൈവില് ഫസ്റ്റ് ഡ്രൈവില് അത്രയും ഞാൻ ആദ്യമായിട്ടാ ഓടിക്കുന്നത്. കാരണം അത് കുഴപ്പമില്ലാതെ ഞാൻ ഓടിക്കുകയും ചെയ്തില്ലേ. സെറ്റ്. അത് കഴിഞ്ഞപ്പോ തൊട്ടല്ലേ നമ്മൾ പിന്നെ കോൺഫിഡൻസ് കൂടിയത്. അതെ. പിന്നെ എനിക്ക് അന്നേരം വൈകുന്നേരം ആയതുകൊണ്ട് ഗിയറേല് ഞാൻ നോക്കുമായിരുന്നു. ഇപ്പം പകല് നമ്മളെ 2 ദിവസം കൂടി പഠിച്ചപ്പം ഗിയറെ നോക്കാതെ തന്നെ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്ത വണ്ടി ക്ലച്ച് നയിക്കുന്നതിന് വലിയ വിഷയമുണ്ടോ? ഇതിപ്പോ വലിയ പറയുന്ന AC പോകുന്നുണ്ട്. അതായത് നമുക്ക് എല്ലാ വണ്ടിക്കും അങ്ങനെയാണ് AC ഇട്ട് പോകുമ്പോൾ പവർ കുറഞ്ഞ വണ്ടികൾക്ക് AC-യിൽ വണ്ടി കുറയും. പവർ കൂടിയ വണ്ടിയുടെ CC കൂടിയ വണ്ടികളൊക്കെ നമ്മൾ AC-യിലും അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും AC ഇട്ടാണ്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി ആടുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. റോഡ് മൊത്തം കുഴിച്ചു വെച്ചേക്കുക. സർക്കാർ നീതി പാലിക്കണം. അപ്പൊ നിങ്ങൾക്ക് കുടിവെള്ളം വേണ്ടെന്ന് മുഖ്യമന്ത്രി രാജിവെക്കണം. എനിക്കൊരു വേറെ രസമുണ്ട്. ഇവനായതുകൊണ്ട് ഇത്രയും ഫ്രീ ആയിട്ട് എനിക്ക് പറയാൻ. അതാണ് നമ്മുടെ ഗുണം. അല്ലെ മറ്റേ ആശാമാരും എല്ലാം ആണെങ്കിൽ നമ്മളിങ്ങനെ ആ ഒരു അവരാണ് ഒരു നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിനെ കിടന്ന് കുത്തി അങ്ങ് പറയും. ഇവനാകുമ്പോ എനിക്ക് ഇന്നലെ തന്നെ ആണെങ്കിലും ഞങ്ങളാ മറ്റേ നെല്ലിപ്പാറ പോയി. നെല്ലിപ്പാറ പോയിട്ട് മറ്റേ നമ്മുടെ യൂട്യൂബിന്റെ അകത്തൊരു ഡ്രൈവിംഗ് കൊടുത്തോണ്ടല്ലോ, വലിയ വണ്ടി കാണുമ്പോ ആളെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ വിചാരിച്ച അങ്ങനെ ചെയ്യേണ്ട വരുമെന്ന് പറഞ്ഞു. മറ്റേ നെല്ലിപ്പാറ മഠത്തിന്റെ അവിടെ നിന്ന് താഴോട്ടിറങ്ങിയില്ലേ, ആ താഴോട്ടിറങ്ങിയപ്പോ ഇവിടുന്ന് പാണ്ടിലോറ് കയറി വരുവാ. അവിടെ ഇത്തിരി കട്ടർ ഉണ്ടായിരുന്നല്ലോ, അത് റെഡിയാക്കിയായിരുന്നു. റെഡിയാക്കിയായിരുന്നു. സെക്കൻഡ് ബ്രേക്ക് ഇറങ്ങിയ
എന്നിട്ട് സംഭവം ഞങ്ങള് അത് പകുതി ഇവൻ നോക്കി, ഞാൻ ഈ സൈഡ് നോക്കി. ഞങ്ങൾ എന്നിട്ട് സൈഡിൽ കൂടെ എടുത്ത് ഒതുക്കിക്കൊണ്ട് ലോറിക്കാരൻ കുറച്ച് ഒതുക്കി തന്നു കേട്ടോ. അയാൾ ഡീസന്റ് ആയിരുന്നു അല്ലേ? ഇന്നലെ ഇല്ലായിരുന്ന നല്ല രസമായിരുന്നു. ഇനിയിപ്പം പതുക്കെ എറണാകുളം പോണം കാർഗോണ്ട്. അങ്ങനെ ഒരു ദിവസം ലൈസൻസ് കൂടെ കിട്ടി കഴിയുമ്പോ പോക്കെ. കണ്ടോടാ ഞാൻ ഓടിച്ചോണ്ട് വരുന്നതല്ലേ? കണ്ടോടാ തെറ്റികള്. എനിക്കും പറ്റൂടാ. എടാ ഞാൻ എത്ര പ്രാവശ്യം ഈ സാധനം ഇല്ലാതെ, അതായത് ഇപ്പം ഈ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഈ പെമ്പിള്ളാരൊക്കെ അവര് ഒരുത്തിയുണ്ട്, അവള് ഈ കാറും കൊണ്ടാ